ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ വൈകിട്ട് ഞാൻ കൊട്ടാരക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു വൈകിട്ട് 7 മണി 8 മണിയൊക്കെ 7:30 കഴിഞ്ഞാണ്. സാധനം മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരിടത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ പയ്യനെ ആശുപത്രി കൊണ്ടുപോകണം. അങ്ങനെയാണ് ഞാൻ ഗവൺമെന്റ് ആശുപത്രി ചെല്ലുന്നത്. അപ്പം ഞാൻ പുറത്ത് നിന്ന് ഒരാളോട് ചോദിച്ചു, എന്തു ഇത്ര തിരക്ക്, എന്ത് സംഭവിച്ചു? ഉടനെ അയാൾ പറയുന്നത് എന്തോന്നറിയോ? ഭയങ്കരമായ പനിയുടെ ലക്ഷണങ്ങളാണ് എല്ലാവർക്കും, ഭയങ്കര. അപ്പം നമ്മുടെ കൊളക്കട രാജി അവിടെ ഇരിപ്പുണ്ട്, അവളെ കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടോ. അപ്പം രോഗികളുടെ വലിയൊരു ക്യൂ, ഞാനതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. ആ ക്യൂ മാരുടെ മുഖം കാണിച്ചോണ്ടല്ല, കാരണം രോഗം വളരെ പെട്ടെന്ന് വർദ്ധിക്കുന്നു. അപ്പൊ നേഹാനിയ, നിങ്ങൾ സ്കൂളുകളിലൊക്കെ ഇഷ്ടംപോലെ കേൾക്കുന്ന സംഭവങ്ങളായി ഇപ്പം. എന്താ രോഗം വരാതിരിക്കുന്നതിന് എന്ത് ചെയ്യണം? അതായത് ഈ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ സ്കൂൾ തുറന്നു കഴിയുമ്പോഴത്തേക്കും മഴക്കാലം, മൺസൂൺ കാലമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ, അറിയാലോ മൺസൂണൊക്കെ എപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര ശക്തമായ മഴയുടെ ഒരു സമയമാണ്. ഈ സമയത്ത് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത് പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഏതൊക്കെ രോഗങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഏതൊക്കെ രോഗങ്ങളാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്? അതെ. അപ്പം എങ്ങനെ ഈ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാം? ഇതിനകത്ത് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട നമ്മൾ ഫേസ് ചെയ്യുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പനി, കോളറ, ഇൻഫ്ലുവൻസ, വയറിളക്കം, അതോടൊപ്പം തന്നെ ഷിഗല്ല, എലിപ്പനി, ഡെങ്കു, ഇങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ. അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളും, പ്രഷറും ഷുഗറും ഒക്കെ ഇപ്പൊ കൂടുന്ന സമയവുമാണ്. കാരണം എന്താ? രോഗങ്ങൾ വരുമ്പോൾ പ്രതിരോധം കുറയുന്നു. മനസ്സിലാവുന്നു? ഈ പ്രതിരോധം വരുമ്പോൾ ഉള്ള രോഗങ്ങൾ വർദ്ധിക്കുന്നു. പ്രതിരോധം കുറയുമ്പോൾ ഉള്ള രോഗങ്ങൾ അവർക്ക് ഈ ജീവിതശൈലി രോഗങ്ങളുടെ വർധനവ് വരുക. അങ്ങനെ പല മരണങ്ങൾ ഒക്കെ കൂടുന്ന ഒരു സമയമാണ് ഈ സമയം. നമ്മൾ ചിന്തിക്കാത്തതാ, ഈ ലോകത്ത് ഭയങ്കരമായ പ്രതിഭാസത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. UK നിങ്ങൾ കേട്ടില്ലേ? UK എന്ന് പറഞ്ഞാൽ ഫാനും ഇല്ല, AC ഇല്ലാത്ത നാടാണ്. ഭയങ്കര ചൂട്. അവിടെ 18 ഡിഗ്രിയാ മാക്സിമം ഉള്ള ചൂടെന്നൊക്കെ പറയുന്നത്. അഫോർഡബിൾ അത് 36 പോയി. അവരുടെ ശരീരവും മനസ്സും അവരുടെ ജീവിത രീതിയും അവരുടെ സാഹചര്യങ്ങളും ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുക? ആ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടിരിക്കുക. അതാണ് പെട്ടെന്ന് ചേഞ്ച് ആയി. എത്ര മരിച്ചേ? ഏകദേശം 3000-ഓളം പേര് മരിച്ചു കഴിഞ്ഞു. ചൂട്, ഉഷ്ണതരംഗം കൊണ്ട് 3000-ഓളം പേര്. നമ്മുടെ കൊട്ടാരക്കരയിൽ എന്റെ കൂടെ ഈ 98 കാലഘട്ടത്തിൽ ഞങ്ങൾ ഐ ഗ്രൂപ്പ് സംവിധാനത്തിൽ നിൽക്കുന്ന സമയത്ത്, ഐ ഗ്രൂപ്പാണ് ഇപ്പോഴും, അതല്ല പറയാൻ വന്നേ, അന്ന് നിൽക്കുന്ന നമ്മുടെ ബിജു കുളങ്ങര ലണ്ടനിൽ നിന്ന് ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. മൃഗീയമായ രീതിയിലുള്ള പ്രശ്നമാണ് വന്നത്. ഫാനുകൾ ഇല്ലാത്ത രാജ്യത്ത് ഫാനുകൾ വരാൻ തുടങ്ങി. AC ഇല്ലാത്ത രാജ്യത്ത് ACയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇനിയും ഇത് ഉഷ്ണതരംഗം കുറഞ്ഞു എന്ന് പറയുന്നതിലും ഇനിയും അത് 35-34 വർദ്ധിക്കും എന്ന് പറയുന്നു. UK വളരെ മാരകമായ ഒരു, പക്ഷെ അവിടെ ഉള്ള ഇന്ത്യക്കാർ ഭയപ്പെടേണ്ട കാര്യം എന്താ? നമ്മൾ 45 50 ഗുണങ്ങൾ അടിച്ച് നിൽക്കുന്നവന്മാരാ. നമ്മൾ ഗൾഫിൽ ചെന്നാലും നിൽക്കും, ഇവിടെ ആണെങ്കിലും നിൽക്കും, എവിടെ ആണെങ്കിലും നിൽക്കും. ലോകത്ത് അതെ എല്ലാത്തിനെയും ബാധിച്ചു കഴിഞ്ഞു. മനസ്സിലാവുന്നു? ലോകത്തിന്റെ ഭൗതിക സാഹചര്യം മാറി. അതായത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥ പഠനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി ചർച്ചകൾ വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകുന്നത്. നമ്മൾക്ക് പനിയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഞാൻ ഈ പറഞ്ഞ പനികൾ വളരെ വലുതാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം പഠിച്ചു. പനി, അപ്പൊ നമ്മൾ ഇതിന്റെ ചലഞ്ചസ് പറയാം. ഏതൊക്കെ രോഗാണുക്കളാണ് ഇതിന് കാരണം? പലതരത്തിലുള്ള രോഗാണുക്കളുണ്ട്. ബാക്ടീരിയൽ ആയിട്ടുണ്ട്, വൈറസ് ആയിട്ടുണ്ട്. വൈറസിന്റെ അനുഭവം പറയുമ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ കൊതുകുകളിലൂടെ വരുന്നതുണ്ട്, അതുപോലെ തന്നെ ചെറു പ്രാണികളിൽ നിന്ന് വരുന്നതുണ്ട്, എലികളിൽ നിന്ന് വരുന്നതുണ്ട്, വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് വരുന്നതുണ്ട്, പരിസ്ഥിതി ശുചിത്വം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഗ്രീൻ വോളണ്ടിയേഴ്സ് വരുന്നു. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പറക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശാ വർക്കേഴ്സ് വരുന്നു. അവർ കുറെ ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. ഇവിടെ ക്ലീൻ ചെയ്യാൻ ക്ലോറിൻ. അപ്പം അങ്ങനെ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് അവർ തന്നെ വന്ന് ചിരട്ടകൾ അവിടെ കിടപ്പുണ്ടോ, വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ, അവർ തന്നെ എടുത്തു മാറ്റുന്നു. അപ്പൊ സുരക്ഷാ സംവിധാനം നമ്മുടെ അവിടെ വർദ്ധിപ്പിക്കുന്നു. എന്താ കാര്യം? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതുമായ അശുദ്ധ വെള്ളം, ഇതെല്ലാം മാറുന്നതിന് വേണ്ടി ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റ് വെച്ചിട്ടുള്ള ആശാ വർക്കർമാർ വളരെ വിജിലന്റായി. പ്ലാസ്റ്റിക് എടുക്കുന്ന ഹരിത ജോലി ചെയ്യുന്നവർ വളരെ വിജിലന്റായി. അങ്ങനെ രോഗം വരാതിരിക്കാനുള്ള പ്രിക്വേഷൻസ് ശക്തമാക്കി. പക്ഷെ ഒരു കാര്യം, ഇനി അടുത്തൊരു പ്രശ്നം, ഞാൻ ഈ വൈറസിന്റെ കാര്യം പറഞ്ഞ പോർത്താ. കൊറോണ വന്നതോടുകൂടി ഒരു കാലഘട്ടത്തിൽ ഈ മാസ്ക് ധരിക്കുന്നത്
നമ്മൾ വിചാരിച്ചു ഏറ്റവും വലിയ രോഗിയാ മാസ്ക് ധരിക്കുന്നത്, അവരുടെ അടുത്ത് വണ്ടിയിൽ പോലും ഇരിക്കുന്ന ഒരു കാലഘട്ടം. പേടിയായിരുന്നു. പക്ഷെ കൊറോണ വന്നപ്പോൾ നമ്മൾ ഒരു ശീലം പഠിച്ചു, കൈ കഴുകുന്ന നമ്മളിങ്ങനെയായിരുന്നു കൈ കഴുകുന്നത്. ഇപ്പൊ കണ്ട ഇങ്ങനെ ആക്കി, ഇത് ഇങ്ങനെ ആക്കുന്നു, ഇതിനിടയ്ക്കൂടെ കയറുന്നു, ഇങ്ങനെ സോപ്പിട്ട് കൈ കഴുകാൻ ഹാൻഡ് വാഷ് യൂസ് ചെയ്യാൻ പഠിച്ചു. എല്ലാ വീടുകളിലും ഒരു ഹാൻഡ് വാഷ് ആയി, ഹോട്ടലുകളുടെ മുന്നിൽ അതായി, അങ്ങനെ ശീലം മാറി. പക്ഷെ ആ ശീലമൊക്കെ പ്രിക്വേഷനാ. നമ്മൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതല. എല്ലാവരും ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, കുഞ്ഞുങ്ങളോടും പറയാം, നിങ്ങൾ ബസ്സുകളിൽ കയറുമ്പം ഡിസ്റ്റൻസ് ഇടാൻ പറ്റത്തില്ല. കാരണം പ്രിയദർശിനി UDFന്റെ ഭയങ്കരമായ ഒരു ഓഫർ, പ്രിയദർശിനി സൗജന്യ യാത്രയിലൂടെ ജനങ്ങൾ പെൺകുട്ടികളെല്ലാം ഇടിച്ചു കയറി ബസ്സിൽ യാത്ര ചെയ്യുക. KSRTC കാണാത്തവരൊക്കെ ഇപ്പൊ കാണാൻ തുടങ്ങി, മനസ്സിലായോ? അപ്പൊ KSRTC തിരക്കുണ്ട്, നിങ്ങൾക്ക് അന്നേരം മാറിയിരിക്കാൻ പറയാൻ പറ്റൂ? അവിടെ നിങ്ങൾ പ്രിക്കോഷൻ എടുക്കണം. എന്ത് ചെയ്യണം? മാസ്ക് ധരിക്കുക, മനസ്സിലാവുന്നോ? കൈ കഴുകുക, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പരമാവധി ചുമ്മാതിരിക്കാൻ ശ്രമിക്കുക, മനസ്സിലായേ? ടവൽ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ചുമ്മുക. അങ്ങനെ രോഗമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പനിയാണെങ്കിൽ പോകാതിരിക്കുക. അങ്ങനെയുള്ള പല കണ്ടീഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും. അതാണ് സേഫ്റ്റി പ്രിക്കോഷൻസ്, വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ. അതാണ് ബോധവൽക്കരണം. അതാണ് നിങ്ങളുടെ സ്കൂളുകളിൽ SPC മോളെ അതിനകത്തുള്ള JRCയിൽ മോളോ ലിറ്റിൽ കൈറ്റ്സിലും ഉള്ളവർ എന്ത് ചെയ്യണം? ഈ സമയത്ത് കൃത്യമായി ഈ സമയത്ത് കൃത്യമായി ഈ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റെടുത്ത് ചെയ്യണം. അപ്പൊ അതാണ് അതിന്റെ മറ്റുള്ളവരോട് പറയണം, എടേ ഇങ്ങനെ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വരും, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും, രോഗങ്ങളിലൂടെ പലരും മരിക്കപ്പെടുന്നു, ലോകത്ത് പ്രപഞ്ചം തന്നെ തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ നിൽക്കുന്ന കാലഘട്ടമാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെ കീപ്പ് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് രോഗം വന്ന ഏറ്റവും അടുത്ത സുഹൃത്തിനോടാണ് ഇങ്ങനെയൊക്കെ ഉണ്ട്, നീ മാസ്ക് ധരിക്കണം. അത് മാസ്ക് ധരിക്കണമെന്ന് പറയുന്നത് മാസ്ക് ഇടാത്ത ആളായിരിക്കരുത്. നിങ്ങൾ മാസ്ക് ഇട്ടുകൊണ്ട് വേണം അതിനെ പ്രതിരോധിക്കാൻ. സ്കൂളിൽ ടീച്ചേഴ്സിനോട് പറയണം, ഐഡി കിട്ടിയ മോനെ, ആള് കൂടുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മാസ്ക് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇവിടുന്ന് അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ പ്രശ്നം എന്താണ്? നല്ല രീതി ഇപ്പോഴെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഇത്രയും തിരക്ക് അനുഭവപ്പെട്ടത്. ഗവൺമെന്റ് ആശുപത്രികളിൽ ജനങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നു, അവരവിടേക്ക് വരാൻ വേണ്ടി തുനിയുന്നു. കാരണം എന്താ? അവരുടെ സാമ്പത്തിക പ്രതിസന്ധി. മഴയാവുമ്പം ജോലി ചെയ്യാനില്ല, ഉള്ള ജോലികൾ ഭർത്താക്കന്മാര് ജോലിക്ക് പോയിട്ട് വന്നാൽ വെള്ളം അടിച്ചാൽ പൈസ കളയുന്നു, അതിന്റെ ടാക്സ് അത്രമാത്രം കൂടിയിരിക്കുന്നു. അതിനെപ്പറ്റി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. അങ്ങനെ സാമ്പത്തികപരമായി മനുഷ്യൻ ബുദ്ധിമുട്ടിലാണ്. ആ പ്രതിസന്ധിയിലിടയിലാണ് രോഗങ്ങൾ വരുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ തല മുറിച്ച് നമ്മളെ ഇറക്കി വിടും. പ്രൈവറ്റ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവരെ ആളുകളൊക്കെ ഉണ്ടെന്നേ, പണമുള്ളവരും ഇൻഷുറൻസ് എടുക്കുന്നവരും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായി അവിടെ വലിയ പ്രതിസന്ധി വരും. കാരണം എന്താ? അവനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ബിൽഡിങ്ങും അവിടുത്തെ ഹോസ്പിറ്റൽസും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവൻ നോക്കണം. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജനങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കും. ഗവൺമെന്റ് ആശുപത്രിയിൽ ജനങ്ങൾ ആ ബോധത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് നല്ല ഡോക്ടേഴ്സിന്റെ സർവീസ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗവൺമെന്റ് ആശുപത്രികൾ. പക്ഷേ ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ പറയാം, കഴിഞ്ഞൊരു ദിവസം ഞാൻ അമ്മയും കൊണ്ട് പോയപ്പം വീൽ ചെയറിന്റെ പ്രശ്നം പറ്റി. അപ്പൊ ഞാൻ സൂപ്രണ്ടിനെ വിളിച്ചവൻ പറഞ്ഞു 10 വീൽ ചെയറുകൾ എന്താ 10 കുഞ്ഞിനോടെ കാണിക്കട്ടെ, എന്റെ കുഞ്ഞുമല്ലേ എനിക്ക് ഏറ്റവും വലിയ. അപ്പം 10 വീൽ ചെയറുകളുണ്ട്, അതിൽ 8 പന്നലായി പോയി കിടക്കുന്നു, 2 എണ്ണം മാത്രമേ ഉരുളത്തോളൂ. ഞാൻ അമ്മയെ കൊണ്ടുപോയ സാധനം ഇങ്ങനെ വളഞ്ഞൊക്കെ പോകുന്നുണ്ട്, വെള്ളം അടിച്ചിട്ട് പോകുന്ന പോയിട്ട് ഇതിരിക്കുന്നു. ഉടനെ ഞാൻ എന്തോ ചെയ്ത് സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ട് പറഞ്ഞ് സാറേ 2 എണ്ണം ഒരാൾ തരാന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അതെല്ലാം കൂടെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പൊ നമ്മുടെ നെടുവത്തൂരെ സുരേഷണ്ണ എന്നെ വിളിച്ച് 2 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, 11-ാം തീയതിക്കകത്ത് വരും. ഇത് രണ്ടും നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധപ്പെടുത്തി. അതുപോലെ പലയിടത്തും പ്രശ്നമുണ്ട്. ഞാൻ ഇന്നലെ പരീക്ഷാ ഭവനിൽ പോയപ്പോൾ അവിടെ വെള്ളക്കെട്ട്, എങ്ങനെ അകത്ത് കയറാൻ ഒക്കത്തില്ല, പിന്നെ ചാടിക്കിടക്കണം. അന്നേരം സ്ത്രീകളൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കും. ഉടനെ ഞാൻ അവിടുന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു PS നെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഫലം IPS നെ വിളിച്ചു. അത് ഞാൻ അതിന്റെ ശ്രദ്ധപ്പെടുത്തുകയും ചെയ്യും തൊട്ടടുത്ത ദിവസം. അപ്പൊ അതിനൊക്കെ ഉള്ള മാറ്റങ്ങൾ നമ്മൾ കൃത്യമായി എന്ത് ചെയ്യും? ഇടപെടലുകൾ ഉണ്ടാകണം. ഞാൻ ആശുപത്രിയിൽ ചെന്ന അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ 10 എണ്ണം അയാൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ജനകീയ കൂട്ടായ്മ. അന്നേരം ആൾക്കാർ പറയും എന്തുകൊണ്ടാണ് നമ്മളിത് ആൾക്കാരെ ധരിപ്പിക്കുന്നതെന്ന്. ഞാൻ ആ ധരിപ്പിച്ചുകൊണ്ടല്ലേ 2 ഇപ്പം വീൽ ചെയർ വന്നേ. 10 എണ്ണത്തോളം വേറൊരാൾ തരാൻ തയ്യാറായിട്ടുണ്ട്. അത് പറയാൻ ഒക്കത്തില്ല, അയാളുടെ പേര് പറയരുത്. അത് നമ്മൾ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ച് ചെയ്യും. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പനി വരാതിരിക്കാനുള്ള ബോധവൽക്കരണം നടത്തേണ്ടത്. നേഹയുടെയും നീയുടെയും സ്കൂളിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം. സാറിനോട് പറയാം, സാറേ ഞാൻ 2 മിനിറ്റ് സംസാരിക്കാൻ എൻ്റെ പപ്പ പറഞ്ഞു തന്ന കുറേ ഐഡിയാസ് ഉണ്ട്, നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാം. കുട്ടികൾ ബുക്കുകൾ എടുക്കുമ്പോൾ എങ്ങനെ പിടിക്കണം, ഇങ്ങനെ ഇത് ചെയ്യണം, ചുമ്മാതെ മൂക്ക് കീറ്റിയിട്ട് ഉടനെ ചെയ്യുവാണോ, പനിയാണെന്നുണ്ടെങ്കിൽ ലേസുകൾ കൊണ്ടുവരുന്നതും തുവാല എങ്ങനെ യൂസ് ചെയ്യണം, ഈ തുവാല എങ്ങനെ മടക്കണം, ഒന്ന് ചീറ്റി കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി മുഖവും തുടച്ചിട്ട് അതെടുത്തിട്ട് കൂട്ടുകാരിയുടെ ഈ ബുക്കിങ് ആടി. മനസ്സിലാവുന്നു?
പ്രശ്നമാണ്. ഇപ്പൊ ലജ്ജിച്ചിട്ട് കാര്യമില്ല, ഒബ്സർവ് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് തുവാല എങ്ങനെ മടക്കണം, ഇപ്പൊ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇനി മടക്കേണ്ടത് ഇങ്ങനെയാണ്. സാനിറ്റൈസ് ഭയങ്കരമായിട്ട് ചെയ്യണം, കൈ കഴുകണം. ഇപ്പൊ ഇതൊക്കെ എവിടെ നമുക്ക് കിട്ടി? കൊറോണയുടെ സമയത്ത് കൊറോണ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യേണ്ട ആവശ്യമാണ്. അതെ, നമ്മളത് ഇപ്പോൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ പനിയുടെ കാര്യം പറഞ്ഞത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞു, എന്താണ് പനിക്ക് കാരണമെന്ന് പറഞ്ഞു, എന്താണ് ഇതിന്റെ ചലഞ്ചസ് പറഞ്ഞു. ഹോസ്പിറ്റൽസിലുള്ള പ്രശ്നമുണ്ട്, ഡോക്ടേഴ്സിന്റെ അഭാവം കേരളത്തിലുണ്ട്. കാരണം പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ ഒരിക്കലും സഫീഷ്യന്റ് ആയി വരത്തില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമാണ് ഇത്ര മാത്രത്തിലുള്ള ആൾക്കാരുള്ളത്. ഇതെല്ലാം ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഈ കൊച്ചിന് വലിയ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പൊ 3ാം തൊട്ടാ വീഴുന്നത്. എവിടെങ്കിലും നിന്ന് പോയാൽ വീണു പോകും. വണ്ടി ഇടിച്ച് ഒന്ന് ശ്രദ്ധിച്ചോണേ, ഒന്ന് കൈ പിടിച്ചോ. അപ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം. അപ്പം നമ്മൾ പറഞ്ഞു എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ ഇത് മാറ്റാം. ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ നമുക്ക്, ഈ പനിയുടെ പ്രതിസന്ധിയിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം. 1 ഞാൻ പറഞ്ഞു ബോധവൽക്കരണം. 2 നിങ്ങൾ സ്വയം പ്രിപ്പയർ ആകുക. 3 ഗവൺമെന്റ് ഒരു പനി വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഡോക്ടറുടെ സഹായം തേടുക. 3 സ്വയം ചികിത്സ ഒഴിവാക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത, മനസ്സിലാവുന്നോ? കൃത്യമായ രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളിലേക്ക് കടന്നു പോകണം. പിന്നെ നമ്മുടെ പരിസരം ശുചിത്വമാക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് എൻ്റെ നേഹാനിയ, നിങ്ങൾ വീടിന്റെ പരിസരത്ത് അമ്മ പറഞ്ഞെന്നോ ആര് പറഞ്ഞെന്നോ ഉള്ളത് നിങ്ങളുടെ വിഷയമല്ല. അമ്മ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. അവിടെ ബാത്റൂമിൽ കയറുമ്പോൾ തെന്നുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മേലത്തെ ബാത്റൂമിൽ നിയാമോളും താഴത്തെ താഴത്തെ ബാത്റൂം നിയാമോളും ചെയ്യണം. ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും ഒക്കത്തില്ലെന്നുണ്ടെങ്കിൽ ലിയോണ മോള് ഇതെല്ലാം ചെയ്യും. അവൾ പട്ടിയാണെന്നൊന്നും നോക്കണ്ട, അവൾക്ക് ഇതിനുള്ള എല്ലാ കഴിവുണ്ട്. നക്കി തുടങ്ങി. എന്താ പറഞ്ഞു? മനസ്സിലായെന്നോ? എന്താ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അങ്ങനെയാണെന്ന് എഴുതിയിരുന്നേ. ബെസ്റ്റ് ഓപ്ഷൻ. ദാറ്റ്സ് റൈറ്റ്. അപ്പം നമുക്ക് എപ്പോഴും പറയുന്ന രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഉപരി രോഗം വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ ഇപ്പം? അത് മതി. അപ്പം ഓക്കെ, കാടിലോട്ട് പോകാരേ, കാടിഞ്ഞു പോരും കേട്ടോ നേഹ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പനി വരുന്ന അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് അത് വരാതിരിക്കാൻ എടുക്കുന്ന പ്രിക്വേഷൻസ് ഇനി നടക്കാം. പ്രിക്വേഷൻസ് ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവുന്നു? പനി വലിയ ഒരു വിപത്താണ്. കാരണം ഇപ്പോഴത്തെ പനികളെ പറ്റി ആൾക്കാർ പല പേരുകൾ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഷിഗല്ല എന്നൊക്കെ പേരിട്ടെന്ന് പറഞ്ഞാലും പനികൾ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വരാതിരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഭയങ്കര വിലയുണ്ട്. അതുകൊണ്ട് ഓരോ ജീവനുകളും കാത്ത് സംരക്ഷിക്കേണ്ടത് അവനവന്റെ കരങ്ങളിലൂടെയാണ് എന്ന ഉത്തമ ബോധ്യം വേണം. പിന്നെ മരുന്നുകൾ എന്തുപറ്റി അതുകൊണ്ട് താഴെ വേണം കേട്ടോ. അതുകൊണ്ട് രോഗം വരാതെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. ഇനി എന്തെങ്കിലും നേക്ക് ഇതിനകത്ത് പറയാനുണ്ടോ? എന്താണ് പറയൂ. പനി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അല്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയല്ല, അല്ലാതെ എന്തെങ്കിലും നല്ല പ്രിപ്പറേഷൻ എടുക്കുക. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറുമായി സംസാരിക്കുക. കുട്ടികൾക്കും അതോടൊപ്പം തന്നെ എല്ലാ വീടുകളിലും നിങ്ങളെന്ത് JRCയുടെ വകയായിട്ട് ചെറിയ ഒരു കിൻഡൽ അടിച്ചു വെക്കരുത്. പ്രധാനപ്പെട്ട 1-2 പോയിന്റ്സ് വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങളുടെ സ്കൂളിലെ എല്ലാ മാതാപിതാക്കളുടെ അകത്തും ഇതെത്തത്തക്ക രീതിയിലേക്ക് മാറ്റണം. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരും നിങ്ങളുടെ അടുത്ത് ഒന്നും പറയത്തില്ലല്ലോ. നിങ്ങൾ എന്തിനാ JRCയുടെ ഹെഡാക്കി വെച്ചേക്കുന്നത്? അല്ലെ ബാലജന സഖ്യത്തിന്റെ വകയായിട്ട് നിങ്ങൾ കൊട്ടാരക്കര, ഇയാൾ മേഖലാ സെക്രട്ടറി പ്രസിഡന്റ് അല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊട്ടാരക്കര വലിയ രീതിയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചൂടെ? മനസ്സിലാവുന്നോ? ഇതൊക്കെ ഈ സമയത്താണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തൂഫാനുമായി ബന്ധപ്പെട്ട് ലഹരി വിദ്യാർത്ഥികളിലുണ്ടോ, ആ ലഹരി വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അധ്യാപകരെ അറിയിച്ചത് പോലീസിനെ അറിയിക്കാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ സ്റ്റുഡൻസ് പോലീസുകളെല്ലാം പോലീസ് കേഡറ്റുകളായി മാറുന്ന ഒരു സാഹചര്യം. കുടഞ്ഞെഴുന്നേക്കുന്ന യുവത്വം, കുട്ടികൾ, ഇതാണ് നിങ്ങളാണ് നാളത്തെ യുവത്വം, നിങ്ങളാണ് നാളത്തെ പൗരന്മാർ, നിങ്ങളാണ് രാജ്യത്തിന്റെ ശില്പികൾ. ചരിത്രം നിങ്ങളിലൂടെ ഉണ്ടാകട്ടെ. കട്ട് ചെയ്തോളൂ.